മലപ്പുറം ജില്ലയിൽ മങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ദുരന്തം ഇന്നലെ ആരെയും വിഷമിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എന്തുമാത്രം അപകടമായിപ്പോയി അത്. അതിനാരെയും കുറ്റം പറയാനും പറ്റുന്നില്ല. പിന്നെ കൂടെ വിദ്യാർത്ഥികളാണ് മിക്കവാറും, കൂടുതലും മെഡിക്കൽ സ്റ്റുഡൻസും അതുപോലെ ഈ ഡെൻ്റൽ കോഴ്സിന് പഠിക്കുന്ന ആളുകളുമൊക്കെയാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് വന്നിട്ട് ഈ വെള്ളത്തിൽ ചാടി മരിക്കുന്നത്. പുഴയെ കുളിക്കാനിറങ്ങും. ഇന്നലെ തന്നെ 3 എണ്ണമാണ് മെനഞ്ഞാന്ന് ഈ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് മരിച്ചു പോകുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഈ പിള്ളേർ അങ്ങ് ഇറങ്ങും. അവർക്ക് നീന്തൽ അറിയാമെങ്കിൽ പോലും പലപ്പോഴും രക്ഷപ്പെടത്തില്ല. വലിയ ചുഴിക്കകത്തകപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, പിടിച്ച് താഴ്ത്തി അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അത് ഒരു കാരണവശാലും അഡ്വൈസബിൾ അല്ല ഈ കുഞ്ഞുങ്ങൾ വെള്ളത്തിലിറങ്ങുന്നത്. പ്രത്യേകിച്ച് പുഴയിൽ അപകടം പലപ്പോഴത്തും പതിയിരിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉണ്ടെന്നറിയോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നല്ല വഴുക്കലുള്ള പാറകൾ ഈ പുഴയിലുണ്ട്. അപ്പോൾ ആ പല പുഴകളിലും അവിടുന്ന് മാത്രമല്ല, അത് നല്ല ഇറക്കത്തിലാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന വെള്ളം ഒഴുകുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് കാണാം, ഇത് ഒഴുകുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഹൈ വെലോസിറ്റിയാണ് ഈ വെള്ളം പോകുന്നത്. അപ്പം നമ്മളങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിച്ചങ്ങ് കൊണ്ടുപോകും, നേരെ അങ്ങ് കൊണ്ടുപോകും, അതിനകത്തോട്ടങ്ങ് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ വഴുക്കലും കൂടെ പാറയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല, നമുക്ക് ബാലൻസ് കിട്ടത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. നീന്തി മുങ്ങാനൊന്നുമുള്ള വെള്ളമില്ല. പക്ഷേ അവിടെ ഒരുപാട് കുഴികൾ പലയിടത്തും ഉണ്ട്, ചുഴികളാണ് അതിനകത്തൊക്കെ. അതിലോട്ടൊക്കെ പോയി താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എത്രയൊക്കെ നമുക്ക് വളരെ സേഫാണ് എന്നുള്ള രീതി കണ്ടാലും ശരി, ഒരിക്കലും ഈ വെള്ളത്തുമായിട്ടുള്ള കളിക്ക് കുഞ്ഞുങ്ങളെ വിടാൻ പാടില്ല. വളരെ അപകടമാണ് അത് സംഭവിക്കുന്നത്, നമ്മൾ കണ്ടു. പക്ഷെ അതൊക്കെ ദുരന്തം ചോദിച്ചു വാങ്ങുന്നതാണ്. നേരെ മറിച്ച് ഇന്നലെ മലപ്പുറത്ത് മങ്കടയിൽ കുരങ്ങൻ ചോലയിലുണ്ടായ അപകടം എന്ന് പറയുന്നത്, അത് അപകടമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് ആക്ട് ഓഫ് ഗോഡ്, ഒരു ദൈവ നിർമ്മിതി എന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അതാരുടെയും കുറ്റമല്ല, അതെങ്ങനെയും വരാം. മിന്നലേറ്റുള്ള മരണമാണ്. മിന്നലേറ്റുള്ള മരണം പലപ്പോഴും ഇപ്പം നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിന്നലേറ്റുള്ള മരണങ്ങളെന്ന് പറയുന്നത് എന്താ അറിയോ, ഇടിമിന്നലുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ തുറന്ന ഒരു സ്പേസിൽ ഇരിക്കരുത്. അത് ശ്രദ്ധിക്കണം. ഇന്നലെ ഈ കുഞ്ഞുങ്ങളവിടെ പോയി, അവിടെ ദൂരെ നിന്നാൽ കാണാൻ വളരെ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് അവിടെ കാണാനുള്ളത്. അതിന്ന് രാവിലെ ഏഷ്യാനെറ്റിലുമൊക്കെ അത് തന്നെ അവിടുത്തെ ആ വ്യൂ പോയിന്റ് നമ്മളെ കാണിച്ചു. ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ വളരെ കിലോമീറ്ററുകൾ അകലെ നമുക്ക് കാണാം. ആ വ്യൂ പോയിന്റ്, ആ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള വ്യൂ ആണ്. കാരണം കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പരന്നു വരും. അത് നമുക്ക് കാണാൻ വളരെ നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്താ പറയുക, ഇത് കാണാൻ ആളുകളങ്ങ് പോകും. അവിടെ കാറ്റും കൊണ്ടിരിക്കാം. ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവിടെ വന്നിട്ട് ചിലരൊക്കെ ഡ്രഗ്സും ഒക്കെ അടിച്ച് അല്ലെ മദ്യപിച്ചൊക്കെ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇന്നലെ ഈ കുഞ്ഞുങ്ങൾ വന്ന് അവിടെ കയറി. എല്ലാം 20 വയസ്സ്, 18 വയസ്സ്, 19 വയസ്സുള്ള ഒരുപാട് ജീവിതം നീണ്ടു കിടക്കുന്ന ആളുകളാണ്, കിടക്കേണ്ടവരാണ്. ഒരു 7 പേരുണ്ടായിരുന്നു. അതിൽ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേര് അവിടെ തന്നെ അങ്ങ് മരിച്ചു. 4 കുഞ്ഞുങ്ങളാണ്. ഒരാൾ ഇനി അതീവ ഗുരുതര അവസ്ഥയിലാണുള്ളത്. ബാക്കിയുള്ള 3 പേര് യഥാർത്ഥത്തിൽ 2 പേര് അവർ രക്ഷപ്പെട്ടു എന്ന് പറയണം. അതായത് ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്, ബാക്കിയുള്ള 2 പേരുടേത് പ്രശ്നമില്ല. 7-മൻ യാതൊരു കുഴപ്പമുള്ളതല്ല, ആളല്ല. അയാൾ ഉണ്ടായിരുന്നു എന്നറിയുന്നത് തന്നെ ആശുപത്രിയിൽ ചെന്ന് ഈ ബോധം വീണ് കഴിഞ്ഞപ്പോൾ അതിൽ ഉള്ള ഒരു കുട്ടി പറഞ്ഞതുകൊണ്ടാണ് അറിയുന്നത്. അയാൾ പാറപ്പുറത്തു നിന്നൊക്കെ ദൂരെ തെറിച്ച് വീണ് കിടക്കുകയാണ്. പക്ഷെ ഒന്നും പറ്റിയില്ല, ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. അതാ ഇതിന് നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? ഇടിമിന്നൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പോയി ഇരിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇടിമിന്നൽ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയായി കുഞ്ഞുങ്ങൾക്കില്ലല്ലോ. അപ്പോൾ ഈ മിന്നലെന്നൊക്കെ പറയുന്നത് വരുന്നത് അടിച്ചങ്ങ് പോവും. അത്രത്തോളം പവറിലാണ് കറണ്ട്, ഇലക്ട്രിസിറ്റി നേരെ ബോഡിയിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വീട്ടിലിരുന്നാൽ പോലും
ഒരിക്കലും നമ്മൾ വീടിൻ്റെ വരാന്ത അല്ലെ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കരുത്. പിന്നെ ഒരു കാരണവശാലും നമ്മൾ വീട്ടിനകത്താണെങ്കിലും ഇരുമ്പ് കസേരകളിൽ ഇരിക്കാൻ പാടില്ല, ഇരിക്കരുത്. കാരണം തറയുമായിട്ട് അതിന് അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു കസേരയിൽ നമ്മൾ ഇരിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെരുപ്പ്, അതായത് ഈ ആണികളൊന്നും ഇല്ലാത്ത ചെരുപ്പ് നോക്കിയാണ് ഇപ്പോൾ നമുക്ക് ഷൂ കുഴപ്പമില്ലാത്തതാണ്, വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഭൂമിയുമായിട്ട് അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്ന വിധത്തിൽ ഉള്ള ചെരുപ്പുകളൊന്നും ധരിക്കരുത്. അല്ലാത്ത ചെരുപ്പ്, ഇപ്പോൾ റബ്ബർ ചെരുപ്പ് അല്ലെ പ്ലാസ്റ്റിക് ചെരുപ്പ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതുണ്ടെങ്കിൽ നമുക്ക് നിന്നാൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഭിത്തിയിലൊന്നും ടച്ച് ചെയ്യരുത്, ഒരു കാരണവശാലും തറയിൽ ടച്ച് ചെയ്യരുത്. ചെയ്യാൻ പറ്റിയത് എന്താണെന്നറിയോ? അനങ്ങാതെ കട്ടിൽ കയറി ചമ്രം പടഞ്ഞങ്ങ് ഇരുന്നാൽ കുഴപ്പമില്ല. അതിൽ കസേരയിൽ ഇരിക്കുകയാണെങ്കിലും സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്ത വിധത്തിൽ വേണം നമ്മൾ ഇരിക്കാൻ. മരക്കസേരകളിൽ ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കാല് തറയെ തൊടരുത്, നമ്മുടെ ശരീരം ഒന്നും ഭിത്തികളിലോ ഒന്നും അങ്ങനെ നോക്കരുത്. ഇനി നമ്മളിപ്പോൾ അങ്ങ് വെളിയിലായിപ്പോയി, പുറത്തായാൽ ഓപ്പൺ ഗ്രൗണ്ട് വളരെ അപകടമാണ്, അത് നോക്കാം. അതേപോലെ തന്നെ വലിയ ഉയരം കൂടിയ മരങ്ങൾ, അതിൻ്റെ കീഴിലൊന്നും നിൽക്കരുത്. കാരണം ഈ ഉയരം കൂടിയ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതേപോലെ ആകർഷിച്ചു കൊണ്ടുവരും. ഇപ്പം തെങ്ങ്, ഈ എത്ര തെങ്ങുകളാണ് പോയിട്ടുള്ളത് ഒരു ഇടിമിന്നലിൽ പോകുന്നത്? കാരണം എന്താ? അത്രയും ഉയരമുള്ള ആണ്. ആ തെങ്ങിൻ്റെ ചുവട്ടിലെങ്ങാനും ആയിപ്പോയാലോ നിൽക്കുന്നത്, തീർന്നുപോയി, പിന്നെ ഒന്നും നോക്കുക വേണ്ട. ഈ രീതിയാണ്. ഇന്നലെ തന്നെ അവിടെ ഒരു വീട് തകർന്നു പോയത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ 2ാം നിലയിലുള്ള മുറി, അത് മുഴുവനായിട്ട് കത്തിപ്പോയി. കത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭിത്തി തകർന്നു, അതേപോലെ ജനലുകളൊക്കെ കരിക്കട്ട പോലെ ആയിപ്പോയി. ഇതിൻ്റെ അത്രത്തോളം വലിയ ആഘാതമാണ്, ശക്തിയാണ് ഇതിനുള്ളത്. കാരണം ഒരു പവർ കേന്ദ്രീകരിച്ചാണ് ഈ അടിച്ച് ഇങ്ങോട്ട് ഡിസ്ചാർജ്, ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ചാർജാണ് ഈ വരുന്നത്. വന്ന് കടന്നു പോകുന്ന പോക്കിനങ്ങ് പോവും. ഇത് അതായത് ഈ നമുക്ക് ഇത് ഏൽക്കുന്നവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ കത്തിപ്പോവും, അറിയത്തില്ല. ചിലപ്പോൾ ദേഹത്ത് നെഞ്ചത്തൊക്കെ ഒരു കരിഞ്ഞ പാടോ ഒക്കെ കാണും. അതല്ലാതെ വേറെ ഒന്നും പുറത്ത് കാണത്തില്ല, ഇഞ്ചുറി ഒന്നും. പക്ഷെ പോകുന്ന അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജാണ് ഈ ഉണ്ടാകുന്നത്. പിന്നെ ഫോൺ, ഒരു കാരണവശാലും ആ സമയത്ത് നമ്മൾ ഈ കണക്ട് ചെയ്ത ഫോൺ ഉപയോഗിക്കരുത്. കണക്ട് ചെയ്ത ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ലാൻഡ് ലൈൻ, അത് കണക്ട് ചെയ്തേക്കുന്ന ആണ്. അതേപോലെ തന്നെ മൊബൈലിൽ ചാർജ് കുത്തിയിട്ടേക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ല. മുൻകരുതലുകൾ ഒരുപാട് വേണം. എല്ലാവർക്കും ഇപ്പോൾ ഈ കാന്തമൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതായത് ഇലക്ട്രിസിറ്റിയെ വായിക്കുന്ന അത് മുകളിൽ നമ്മൾ പല ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ അങ്ങനെയുള്ള കെട്ടിടത്തിന് തൊട്ടടുത്താണെങ്കിൽ നമ്മൾ സേഫാണ്. കാരണം വീട്ടിനകത്തിരുന്നാൽ ഒരിക്കലും പുറത്തിരിക്കരുത്, മരത്തിൻ്റെ മൂട്ടിലിരിക്കരുത്, ശ്രദ്ധയ്ക്ക് ഉച്ചവണ്ണം. ഇതുപോലെ ഇടിയും ഒക്കെ വരികയാണെങ്കിൽ അങ്ങ് വീടിനകത്ത് കയറി അങ്ങ് ഇരുന്നേക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മരക്കസേരകളിലോ അല്ലെങ്കിൽ കട്ടിലിലോ ഒക്കെ നമുക്കിരിക്കാം, തറയിൽ ടച്ച് ചെയ്യരുത്. പിന്നെ ഫോൺ ഉപയോഗിക്കരുത്. മൊബൈൽ ഉപയോഗിക്കുക എന്നത് കണക്ട് ചെയ്തേക്കുക അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ തിളങ്ങുന്ന വസ്തുക്കൾ, സ്വർണം, ഇതൊന്നും ഇട്ടുകൊണ്ട് ഒരിക്കലും പുറത്ത് കാണരുത്. ആ സമയത്ത് വാച്ചായാലും തിളങ്ങുന്നത് ഷൈനിങ് ഗോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചോണം. കാരണം ഇതിനെ അതേപോലെ അട്രാക്റ്റ് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒക്കെ ഉപയോഗിക്കാതിരിക്കുക, സൂക്ഷിക്കുക. എത്ര സൂക്ഷിച്ചാലും ഇത് ദൈവത്തിൻ്റെ വെറുതെയാണ്, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഇത്. കാരണം ഇത് ആരുടെ അശ്രദ്ധയല്ല. ഈ കുഞ്ഞുങ്ങൾ കാണാൻ പോയിരുന്നു, കാറ്റ് കൊള്ളാൻ പോയിരുന്നതാണ്, കോടമഞ്ഞ് കാണുന്ന ആഗ്രഹമാണ്, അതിൽ പോയിരുന്നതാണ്. പക്ഷേ അത് അപകടമാണ്, അത് ശ്രദ്ധിക്കണം.